അപ്പൊ ഞങ്ങൾ ഇന്ന് പോണത് എവിടേക്കാ പോണത്? പൂവാരന്തോടക്കാണ് പോണത് ഗൈസ്. ആരൊക്കെ ഉള്ളത്? സോനുണ്ട്, പാത്തുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങള് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിന്നാണ് പോണത്. നമ്മളെ കൂടെ കുറെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. രാധികേച്ചി ടാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഈ വണ്ടിക്കകത്ത് കണ്ടോ, ഇവിടെ ക്യാമറ. അത് രാധികേച്ചി. ഓക്കെ, hello guys, we are going to Puvarantod. Where are we going to? Puvarantod. Where is that? Guys, ഇതാണ് ഞങ്ങളുടെ ഫ്രീ കച്ചവടി. എവിടുന്ന് കിട്ടും ഇതാണ് ഞങ്ങളുടെ ഒന്നിനും കൊള്ളാത്ത ചോദ്യം. നിർത്തണോ പോവാൻ സോന? ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഒരു ട്രിപ്പാട്ടോ. 8 വർഷത്തിന് ശേഷമാണ് അത്ര ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ട്രിപ്പ് പോണത്. നമ്മൾ വന്നിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇത് പോയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് എത്തുകയാണ് ഗൈസ്, എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതാണ് അത്? താഴോട്ട് ഒരു കോടമഞ്ഞൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തില്. ഓഹോ ഓഹോ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ എടുത്തിരുന്നത് പൂവാരന്തോടുള്ള ഒരു അജിയോൺസ് വില്ല പറഞ്ഞൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു വീട്. അതും നമ്മൾ ബാച്ചിലേഴ്സ് കുറെ പേരുള്ളതായതുകൊണ്ട് നമുക്കൊക്കെ അടിപൊളിയായിട്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആയിരുന്നു കേട്ടോ. 4 ബെഡ്റൂമിന്റെ സ്പേസും പിന്നെ ഒരു കിച്ചണും 4 BHK എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കായിട്ടുള്ള ഒരു പ്രൈവറ്റ് പൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടേതായിട്ടുള്ള എല്ലാ പ്രൈവസിയും നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചെക്കന്മാരൊക്കെ ഭയങ്കര അലമ്പായിരുന്നു. പക്ഷെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലായിരുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമ്മൾ ഗെയിംസ്, പാട്ട്, അങ്ങനെ ഒരുപാട് ഗെയിംസ് ഒക്കെ കളിച്ചു. നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു. മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടത്. നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു ടൂർ പോണത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെന്റും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. അത് വളരെ ഒരു സക്സസ് ആയി എന്ന് വേണം പറയാനും. ടുഗദർ ഹിയർ, സോ എക്സൈറ്റഡ് ടു സ്പെൻഡ് ദ ടൈം ഹിയർ. ഓക്കെ, അത്രേ ഉള്ളൂ. വന്നപാടെ കിടന്നുറങ്ങുന്ന ജോലി, കിടക്കാൻ വന്നതാ. വെറും തള്ള വൈപ്പായി. നല്ല വ്യൂ ഉണ്ട് ഗൈസ്. ഒരു യങ്സ്റ്റേഴ്സ് ഇറങ്ങിയിരിക്കണേ കാണിച്ചാൻ പോകും. വ്യൂ കാണാൻ ഗൈസ്. അടിപൊളി. ഡ്രസ് മാറി പൊളിച്ചടിയല്ലോ. അവിടെ വേറെ റിസോർട്ട് ഉണ്ട് ഗൈസ്. അപ്പൊ ഞങ്ങൾ പൂളി ചാടാൻ പോവാണ്. ഓക്കെ, പുഷ്പം പൂക്കുന്ന യാമം മാറിടം കൂട്ടിക്കോട്ടെ. ഗൈസ്, ഇത് അടുത്തൊരു റൂമാണ്. ഇവിടെയാണ് ചേച്ചിമാരൊക്കെ നിൽക്കണ ഗൈസ്. I kind of like my outfit. Guys, രാധികേച്ചാണ് ഗൈസ് ഇവിടുത്തെ എല്ലാ ചായ, എല്ലായിടത്തും ചായ സ്പെഷ്യലിസ്റ്റ് രാധികേച്ചി. ക്യാമറ വെള്ളത്തോടൊപ്പം ചേട്ടനാണ്. നമ്മൾ പൂളിലൊക്കെ കുറേ നേരം ഡാൻസും നീന്തലൊക്കെ ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിശന്ന് ഫുഡ് കഴിക്കാൻ വന്നു. നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത് മന്തിയും അൽഫാമും ആയിരുന്നു കേട്ടോ. ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്നുള്ള ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചോണ്ട് വന്നൊക്കെയായിരുന്നു. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ചൂടാക്കുകയാണ് ചെയ്തത്. എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ. ടോക്കോസ് ടാക്കോസ് അറിയില്ല, എന്തായാലും നല്ല ഫുഡായിരുന്നു. നമുക്ക് ഇന്നത്തെ ഡാൻസ് കളിക്കാം. എനിക്ക് ക്യാമറ കയറ്റി ഇരിക്കുമ്പോ
ഓരോരുത്തർ സ്റ്റെപ്പ് കുറച്ച് ആൾക്കാർ ഇവിടെ രണ്ടു വാക്ക് ഇവിടുത്തെ സ്റ്റേനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഹൗ വുഡ് യു ഗൈസ് ഫീൽ വെൻ യു ഗൈസ് റീച്ച്ഡ് ഹിയർ? ഇന്നത്തെ സ്റ്റേനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് വളരെ ഒരു ഹോംലി ഒരു ഫീലാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഇത്രയും വർഷമായിട്ട് MVRൽ വർക്ക് ചെയ്തിട്ടും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്യാതറിങ്. അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതിന്റെ ഒക്കെ തലപ്പത്തിക്കണ ഹെഡാണ് ഗൈസ് ഇത്. അത് ടെയിലും ഹെഡ് ആൻഡ് ടെയിൽ. ദിസ് ഈസ് ഹെഡ് ആൻഡ് ദിസ് ഈസ് ടെയിൽ. ഈ ബന്ധം തുടങ്ങിയപ്പോ അറിയോ? 5ാം ക്ലാസ് തൊട്ട് തുടങ്ങി. ഈ തെണ്ടി എന്നെ വിട്ടു പോണേ ഇല്ല. എന്നെ വിടൂല്ല. അതാണ് പോണ്ട്. തണുപ്പൊക്കെ ഉണ്ടോ? നല്ല തണുപ്പുണ്ടല്ലോ. നിനക്ക് തണുക്കുന്നില്ല? ചേച്ചി എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ക്യാരംസ് ഒരുമിച്ച് ഗെയിമൊക്കെ കളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അന്താക്ഷരിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മുടെ കൂടുതലൊക്കെ ഒരുപാട് പേർക്ക് കഴിവുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ ഓരോ യാത്രകളൊക്കെ പോകുമ്പോഴാണ് അറിയുന്നത്. ഒരാൾ പാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ ഏറ്റുപിടിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. പക്ഷേ അടിപൊളിയായിരുന്നു. പരിപാടി അടിപൊളിയായിരുന്നു. ഓരോരുത്തരുടെ കഴിവുകൾ എടുക്കാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ നമുക്ക് ഈ സമയം. നമ്മൾ പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടായിരുന്നത് പൂവാരന്തോട് പറഞ്ഞൊരു ഹിൽ ഏരിയയിലാട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല കോടമഞ്ഞാവുന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കാണ് എണീച്ചത്. പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര കോടമഞ്ഞിട്ട് ഇല്ലെങ്കിലും എല്ലാ വ്യൂ പോയിന്റിൽ നിന്നും നോക്കണ പോലെ അല്ലെങ്കിൽ ഒരു ഹിൽ ഏരിയയിൽ നിന്ന് നോക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഇതിനുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ സീനിയർ ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റതെങ്കിലും ചേച്ചിമാരൊക്കെ നേരത്തെ എണീറ്റ് റെഡി ആയിട്ട് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഐ തിങ്ക് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് റെഡി ആയതെന്ന്. ഇതാട്ടോ എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഈ ഡ്രസ്സ് തണുപ്പത്ത് ഇടാനും നല്ല അടിപൊളി കംഫർട്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു അവിടെ. പക്ഷേ എനിക്ക് മസിലൊക്കെ കയറി വെച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇട്ടപ്പോൾ എനിക്ക് പിന്നെ അതിൻ്റെ ഒരു പ്രശ്നമൊന്നും തോന്നിയില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതെ എല്ലാവരും പൂളിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ തന്നെ. ഇതാട്ടോ നമ്മുടെ അവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ഫോട്ടോയിൽ എനിക്ക് തോന്നുന്നു അത്ര ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടില്ല എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഡ്യൂട്ടി സ്പേസിൽ ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകണ്ടോ. നമുക്ക് വല്ല സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ മറക്കും. നമുക്ക് ഈ ഒരു പ്രകൃതി ഭംഗിയിൽ നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര ശാന്തമാവട്ടോ. ഇടയ്ക്കൊക്കെ ഈ ഒരു ട്രിപ്പൊക്കെ പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നമുക്ക് മനസ്സൊക്കെ ശാന്തമാക്കാൻ പറ്റും. ഞാൻ എൻ്റെ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ചൊക്കെ വിശദീകരിക്കായിരുന്നു കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നത്. പിന്നെ ഞാനത് 1 ടേക്കല്ല 2 ടേക്കല്ല അവരും കൂടെ ഉണ്ടായിട്ട് ഇവൻ്റെ ബാക്കിൽ നിന്ന് കുറേ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തമാശ രൂപത്തിൽ. ഞാൻ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റോടെയായിരുന്നു ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്താണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അങ്ങനെ ഒരു വട്ടം കൂടി ഈ ടേക്ക് എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പൂവാരന്തോടുള്ള റിസോർട്ടിലാണ്. ആസ് യു ഗൈസ് ക്യാൻ സീ ദിസ് ഇസ് ദ ബ്യൂട്ടിഫുൾ ബ്യൂട്ടി ഫ്രം ഹിയർ. വീഡിയോ ഗൈസ്
രാവിലെ എണീറ്റ് കുറച്ച് പ്രകൃതി ഭംഗിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേറെ റീസണും കൂടി ഉണ്ട്. നേരത്തെ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയത്. അപ്പോൾ നമ്മളത് കഴിക്കാൻ കൂടെ കുറച്ച് റെഡിയായി, സമയമെടുത്തു. പിന്നെ നമ്മൾ കഴിച്ചത് മുട്ടയും പിന്നെ പുട്ടുണ്ടായിരുന്നു, വെള്ളപ്പം വേണ്ടവർക്ക് വെള്ളപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു റേറ്റ് പറയണമെങ്കിൽ ഔട്ട് ഓഫ് 10 ഇറ്റ് ഈസ് ഓൺലി 7 ബ്രേക്ക്ഫാസ്റ്റ്. വളരെ മോശം ഫുഡ് ടാക്കോസിൽ വെച്ച് നോക്കുമ്പോ അയ്യോ ഹോണസ്റ്റ് റിവ്യൂ. സിനിമ കടലക്കറി എന്നുവെച്ചാല് കൊള്ളൂല. ഇത് പറയാനാണ് അത്രയും ചാടാ. ഞങ്ങൾ അങ്ങനെ ചെക്കൗട്ട് ചെയ്തു ഗൈസ്. എല്ലാരും ചെക്കൗട്ട് ചെയ്ത് പോവാറായി. വരുന്ന ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ അടിപൊളിയായിരുന്നു. അടിപൊളി സെറ്റ്. ഞങ്ങൾ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അടിച്ചു പൊളിച്ചു. അതെ, അല്ല പിള്ളേരുണ്ട്. ടോട്ടലി ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. നമ്മളെ ഡ്യൂട്ടിന്റെ ഇടയിൽ നമുക്ക് കിട്ടിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേണം, എന്നാലേ നമുക്ക് എന്താ പറയാ നല്ലൊരു ഇതുണ്ടാവുള്ളൂ, എന്തുണ്ടാവുള്ളൂ, നല്ലൊരു മൂഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതെല്ലാരും നമ്മൾ പറഞ്ഞോളൂ. ഇന്നലെ ഞങ്ങള് ബൈ ബൈ അജോൺസ് വില്ല. See you next time. Till then, signing off from MBO. അങ്ങനെ നമ്മൾ തിരിച്ചു പോണ വൈക്ക് ഒരു നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു. നമ്മളൊരു അടിപൊളി മീൽസ് ആട്ടോ പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ ഫുള്ള് ഫാസ്റ്റ് ഫുഡ് ആയതുകൊണ്ട് ഇന്നൊരു നല്ല അടിപൊളി മീൽസ് കഴിക്കാന്ന് കരുതി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ചു. അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ യാത്രയ്ക്ക് തിരിച്ച് പോണ വഴിക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാൻ കരുതി. രാവിലെ ഇപ്പോൾ കൂട്ടത്തിലുള്ളൊരു സീനിയർ ആൾ പറയുന്നത് ആദ്യമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഫുൾ ആൾക്കാരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിക്കണേന്ന്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ കണ്ടിരുന്നു. താങ്ക് യു.